അപ്പോൾ മച്ചാനെ എന്തൊക്കെ നോമ്പ് തീരുമ്പോഴാണ് നമുക്ക് നോമ്പിൻ്റെ വ്ളോഗിടാൻ പറ്റിയ കേസ്. അപ്പോൾ നമുക്ക് നോമ്പിൻ്റെ വ്ളോഗ് വെക്കാം. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ നേരെ അത്താഴം കഴിക്കാനായിട്ട് കയറ്റി. അങ്ങനെ അത്താഴം കഴിച്ച് ചായ വെള്ളം കുടിച്ച് നമ്മൾ നേരെ പള്ളിയിലോട്ട് പോയിട്ടാ. അങ്ങനെ നിസ്കാരം കഴിച്ച് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. അങ്ങനെ വീട്ടിൽ പോയി കുറച്ച് നേരം നമ്മൾ ആകാശത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സമാധാനം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ നേരെ പോയി കിടന്നങ്ങ് ഉറങ്ങി. ഒരു ചെറിയൊരു ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ 10:30. പിന്നെ ക്ഷീണം മാറ്റാനായിട്ട് നമ്മൾ നേരെ വയലിലോട്ട് ഇറങ്ങി. കുറേ നാളാ കേസ് ഇങ്ങോട്ടൊക്കെ വന്ന് ഇറങ്ങി. നമുക്ക് കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയാണ്. പിന്നെ കുറച്ച് നേരം അവിടേക്ക് വന്ന് കിടന്ന് ഇറങ്ങി. നമ്മൾ ഇറങ്ങിയതിൻ്റെ ഇവിടെ നമ്മളെ പൂച്ച സാറും കൂടെ ഇറങ്ങി വന്ന് കേസ്. കണ്ണ് കയറ്റി അപ്പം വെള്ളത്തിൽ ഇറങ്ങിക്കളെ. പിന്നെ അതിനെ പൊക്കിയിട്ട് നമ്മൾ നേരെ തിരിച്ച് കയറി. കുറച്ച് കഴിയുമ്പോൾ ചിരട്ടകൾ എടുക്കാനായിട്ട് ഒരു എണ്ണം. പിന്നെ ഉള്ള ചിരട്ടകളെല്ലാം പറക്കി കൊടുത്ത് ഒരു 3 ചാക്കോളം ഉണ്ടായിരുന്നു. അതും പിന്നെ കുറച്ച് കുപ്പിയും കമ്പിയും എല്ലാം കൂടി കൊടുത്തപ്പോൾ തന്നെ 2 പെടക്കിന് 500 നോട്ട് എടുത്ത് കൈ തന്നിട്ട് എണ്ണം പോയി. പിന്നെ ബോർഡ് പരീക്ഷകളൊക്കെ നടക്കണോണ്ട് എന്തെങ്കിലും 2 അക്ഷരം പഠിക്കാന്ന് പറഞ്ഞ് ബുക്കുകൾ എടുത്തുകയാണ്. അപ്പോഴാണ് എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എൻ്റെ കിളി പോയി സാറേ. കുറച്ച് കഴിച്ച് തലയിൽ കയറാത്തതുകൊണ്ട് തന്നെ ബുക്കൊക്കെ അടച്ചു വെച്ച് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. പിന്നെ മദനെ വിളിച്ച് നമ്മൾ നേരെ മദർസയിലോട്ട് പോയി നോമ്പ് കഞ്ഞി വാങ്ങാനായിട്ട്. പിന്നെ നോമ്പ് കഞ്ഞികൾ വാങ്ങി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട്. പിന്നെ നോമ്പ് കുറിക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കാൻ വേണ്ടി ഞാൻ നേരെ അടുക്കളയിലോട്ട്. പിന്നെ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരെ നോമ്പ് തുറക്കും. അത് കഴിഞ്ഞ് നേരെ നിസ്കാരവും പാസ്സാക്കി നമ്മൾ നേരെ പ്രോട്ടീൻ ലോഡ് ചെയ്യും. പ്രോട്ടീനൊക്കെ ലോഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ തറായിക്ക് പോകാനായിട്ട് ഇറങ്ങി. പിന്നെ പള്ളിയിൽ ചെന്ന് തറാവി നിസ്കരിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ് ആനയൊക്കെ ഇട്ട് പോകും. കുറച്ച് നേരം അതൊക്കെ നോക്കിയത് നമ്മൾ. അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി കിടന്നങ്ങ് ഉറങ്ങി. അപ്പോൾ ബാക്കി നാളെ ശരിയെന്നാ.